Good morning, all. Good morning, ma'am. Good Good morning, ma'am. morning. Good morning, ma'am. കഴിഞ്ഞ ദിവസം മിസ് എടുത്ത് നോക്കിയോ എല്ലാവരോ? നോക്കിയോ? ഓക്കെ, ക്ലിയർ ആണോ എല്ലാം? ഓക്കെ, ബാക്കി എടുക്കാലോ, നെക്സ്റ്റ് എടുക്കാലോ. ഫോർത്ത് പോയിന്റ് വരെയല്ലേ പറഞ്ഞത് മിസ്? ട്രാൻസ്പോർട്ടിങ് ദ ക്ലൈന്റ് ഫ്രം ഒ പി ഡി ടു ഐ പി ഡി അല്ലേ? ഒരു ഒ പി ഡിയിൽ നിന്നുള്ള പേഷ്യൻസിനെ ഐ പി ഡിയിലേക്ക് എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെ? ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയായിരിക്കണം, അവിടെ വരെയല്ലേ മിസ് എടുത്തേ? ആണോ? എന്താണ് ഓർമ്മയില്ല ആർക്കോ? ഓക്കെ, നെക്സ്റ്റ് ഇപ്പൊ എന്താ പറഞ്ഞേ? ഒ പി ഡിയില് ഐ പി ഡിയിലേക്ക് നമ്മുടെ പേഷ്യൻസിനെ മാറ്റാണ് അല്ലെ, ഷിഫ്റ്റ് ചെയ്യാണ്. നെക്സ്റ്റ് എന്താണ്? ഐ പി ഡി, അതായത് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അല്ലെ? ചിലപ്പോ വാർഡുകളിലേക്കാകാം അല്ലെ, അല്ലെങ്കിൽ റൂമുകളിലേക്കാവാം. അപ്പൊ എന്ത് ചെയ്യണം? ആ ഒരു ഫ്ലോറിലെ അല്ലെങ്കിൽ ആ ഒരു വാർഡിലെ നഴ്സുമാര് പേഷ്യൻസിനെ സ്വീകരിക്കണോ, റിസീവ് ചെയ്യണോ? അവരെ ഫയൽ അല്ലെ, അവർക്ക് വേണ്ട കാര്യങ്ങള് ചെയ്തു കൊടുക്കണം അല്ലെ? ആണോ? ഓക്കെ, നോക്കിയേ, നെക്സ്റ്റ് പറയുന്നത് എന്താണ്? റിസീവ് ദ പേഷ്യന്റ് ബൈ വാർഡ് അല്ലെ? പേഷ്യന്റിനെ വാർഡുകളിലേക്ക് റിസീവ് ചെയ്യുക, വാർഡ് സിസ്റ്റർ റിസീവ് ചെയ്യുക അല്ലെ, സ്വീകരിക്കുക. ആ ഒരു സമയത്ത്, റിസീവ് ചെയ്യുന്ന സമയത്ത് ആ ഒരു നേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങൾ എന്താണ്? ആ ഒരു പേഷ്യന്റിനോടുള്ള അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദി നേഴ്സ്, നേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റീസ്. ഫസ്റ്റ് പറയുന്നത്, ഫസ്റ്റത്തെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞാല് എന്താണ്? പ്രിപ്പയർ റൂം അല്ലെ? ആ ഒരു പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള റൂമുകള് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക അല്ലെ? ആ ഒരു പ്രിപ്പയർ റൂമിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നഴ്സ് ചെയ്യേണ്ടത്? പ്രിപ്പയർ എ ക്ലീൻ ആൻഡ് നീറ്റ് അഡ്മിഷൻ റൂം വിത്ത് ഓൾ ദ നെസസറി ഐറ്റംസ് അക്കോർഡിംഗ് ടു ദി നീഡ്സ് ഓഫ് ദി പേഷ്യന്റ് അല്ലെ? നമ്മൊരു പേഷ്യന്റിനെ ഒരു റൂമിലേക്ക് സ്വീകരിക്കുന്ന, അഡ്മിറ്റ് ആക്കുന്ന സമയത്ത് ആ ഒരു പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള പല കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ? ബെഡിന്റെ അവൈലബിലിറ്റി വേണം അല്ലെ? ബെഡ്സിന്റെ, പിന്നെ എന്താണ്? ട്രിപ്പ് ഇടുന്ന സ്റ്റാൻഡുകൾ വേണം അല്ലെ? പിന്നെ അവർക്ക് സാധനങ്ങൾ വെക്കാനുള്ള കബോർഡുകൾ വേണം, ഷെൽഫുകൾ വേണം അല്ലെ? ചെയർ വേണം അല്ലെ? ബാത്റൂം ഫെസിലിറ്റീസ് വേണം, വേണ്ടേ? പിന്നെ എന്താണ്? ആ റൂം ക്ലീൻ ആൻഡ് നീറ്റ് ആയിരിക്കണം അല്ലെ? വൃത്തിയുള്ളതായിരിക്കണം. അപ്പൊ എന്താ? ഒരു രോഗിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും, ഐറ്റംസും ഉൾപ്പെടുത്തുന്ന നീറ്റ് ആയിട്ടുള്ള, ക്ലീൻ ആയിട്ടുള്ള റൂം തയ്യാറാക്കി കൊടുക്കുക. രണ്ടാമത് പറയുന്നത് പ്രിപ്പയർ an appropriate type of bed with adequate adjusted height of the bed. ചില പേഷ്യൻസിന് എന്താണ്? നമുക്കറിയാം, നമുക്ക് ആ ഒരു ബെഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ള ഹോസ്പിറ്റലിലെ ബെഡ്സ് ഒക്കെ കിടക്കുന്ന പേഷ്യൻസിന് അവര് എന്താണ്? അവര് ആ ഒരു ചാരി ഇരിക്കണമെങ്കിൽ ആ ബെഡ് നമുക്ക് ഉയർത്തിയൊക്കെ വെക്കാൻ പറ്റുമല്ലോ, ഒരു ലിവർ വെച്ചും കാണിട്ട്. കണ്ടിട്ടുണ്ടോ? അതാ
ഇല്ലേ? അപ്പൊ എന്താ ആ ഒരു അഡ്ജസ്റ്റ്മെന്റുകൾ, അഡ്വക്കേറ്റ് അഡ്ജസ്റ്റ്മെന്റ്, ആ ഒരു ബെഡിന് ഒരു എന്തെങ്കിലും ഹൈറ്റിന്റെ അഡ്ജസ്റ്റ്മെന്റുകൾ വേണമെങ്കിൽ ആ ഒരു നഴ്സ് എന്താണ് അതൊക്കെ ശരിയാക്കി കൊടുക്കുക അല്ലെ. ആ പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ ബെഡുകൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ക്ലിയർ ആണത്? ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് ഐഡന്റിഫൈ സെൽഫ്. അതായത് ഫസ്റ്റ് എന്താണ്, ഫസ്റ്റത്തെ പറയുന്നത് പ്രിപ്പയർ റൂം അല്ലെ. ആ ഒരു പേഷ്യന്റിന് ആവശ്യമായ രീതിയിൽ നഴ്സ് റൂം പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് പറയുന്നത് ഐഡന്റിഫൈ സെൽഫ്. ആ ഒരു നഴ്സ് സ്വന്തം തന്നെ ഐഡന്റിഫൈ ചെയ്യുക അല്ലെ, തിരിച്ചറിയാം. അങ്ങനെ എന്തായിരിക്കും അതിൽ ഉദ്ദേശിക്കുന്നത്? വെൽക്കം ദ പേഷ്യന്റ് ആൻഡ് ഹിസ് ഫാമിലി വിത്ത് എ വാം അപ്രോച്ച് അല്ലെ. ആ ഒരു പേഷ്യന്റിനെയും അവരുടെ ഫാമിലിയെയും നല്ല രീതിയിൽ സ്വീകരിക്കണം അല്ലെ. വാമായ രീതിയിൽ, ഊഷ്മളമായ രീതിയിൽ സ്വീകരിക്കണ്ടേ? അവരിന്ന് എന്താണ് ഫയൽ, ആ ഒരു പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ് സ്വീകരിക്കുന്ന സമയത്ത് തന്നെ അവരോട് ദേഷ്യത്തിലൊക്കെ സംസാരിക്കാൻ പാടുണ്ടോ? ഇതാണ് റൂം, അങ്ങനെയൊക്കെ പറഞ്ഞേ പാടുണ്ടോ? പാടുണ്ടോ? ഇല്ല അല്ലെ. നമുക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കാന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ടെൻഷനാണ് അല്ലെ. ഹോസ്പിറ്റലിൽ നമ്മൾ വന്ന് ചെക്കപ്പുകളൊക്കെ ചെയ്തിട്ട് അഡ്മിറ്റ് ആക്കാന്ന് പറയുന്ന സമയത്ത് നമുക്കൊരു ടെൻഷൻ അല്ലേ വരുന്നത് അല്ലെ. അപ്പൊ ആ ഒരു സമയത്ത് എന്താണ്, അവരാ ഒരു ടെൻഷൻ റിലാക്സ് ചെയ്യുന്ന രീതിയിൽ വേണം അല്ലെ ഒരു നഴ്സ് അവരോട് പെരുമാറാനായിട്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അല്ലെ. 2 ദിവസം ഇവിടെ കിടന്നാല് മാറാവുന്ന അസുഖങ്ങൾ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് കുറച്ചൊന്ന് റിലാക്സ് ചെയ്യിക്കണ്ടേ ആ പേഷ്യന്റിനെ അവന്റെ ഫാമിലിനെയും. അപ്പൊ എന്താ, വെൽക്കം ദ പേഷ്യന്റ് ആൻഡ് ഹിസ് ഫാമിലി വിത്ത് എ വാം അപ്രോച്ച്. നല്ല രീതിയിൽ, ഊഷ്മളമായ രീതിയിൽ ആ പേഷ്യന്റിനെയും അവരുടെ ഫാമിലിയെ സ്വീകരിക്കുക. മേക്ക് ദ പേഷ്യന്റ് കംഫർട്ടബിൾ ഇൻ ബെഡ് ആൻഡ് പ്രൊവൈഡ് ഹിം വിത്ത് ഹോസ്പിറ്റൽ ക്ലോത്ത് ആൻഡ് എൻഷുർ അഡ്വക്കേറ്റ് പ്രൈവസി അല്ലെ. എന്താണ് ഹോസ്പിറ്റലില് ആ പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള എന്താണ് ഹോസ്പിറ്റൽ ക്ലോത്ത്സുകൾ ഉണ്ടാവുമല്ലോ, ബെഡ്ഷീറ്റുകൾ ഉണ്ടാവും, പില്ലോ കവേഴ്സ് ഉണ്ടാവും അല്ലെ. പിന്നെ എന്താണ് പുതപ്പുകളൊക്കെ എന്താണ് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യില്ലേ രോഗിനെ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാല്. അപ്പൊ അങ്ങനെയുള്ള ആ പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള ഹോസ്പിറ്റൽ ക്ലോത്ത്സുകൾ നൽകുക. കൂടാതെ എൻഷുർ അഡ്വക്കേറ്റ് പ്രൈവസി അല്ലെ, അവർക്ക് ആവശ്യമായ രീതിയിലുള്ള പ്രൈവസി അല്ലെ കൊടുക്കുക, ഉറപ്പുവരുത്തുക. ഇപ്പൊ നമ്മൾ വാർഡിലേക്കൊക്കെയാണ് കിടത്തുന്നതെങ്കിൽ കിടപ്പ് രോഗികളൊക്കെ ആണെങ്കിൽ അവർക്ക് എന്താണ്, നമുക്ക് ഡ്രസ്സ് മാറ്റണം, അല്ലെങ്കിൽ അവർക്ക് എന്താണ് കിടക്കുന്ന ആ ഒരു സ്ഥലത്ത് തന്നെയാണ് യൂറിൻ പാസ് ചെയ്യുന്നതെങ്കിൽ അവർക്കൊക്കെ ഒരു പ്രൈവസി വേണ്ടേ? ആ ഒരു പേഷ്യന്റിന് പ്രൈവസി വേണോ? ഒരുപാട് ഏജ് ആയവരൊക്കെ അല്ലെ. അപ്പൊ അവർക്ക് എന്താണ്, അപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ലേ നഴ്സുമാര് അതിനു വേണ്ടി ഒരു കർട്ടൻ പോലെ, അവർക്ക് ഒരു ബൗണ്ടറി പോലെ ചെയ്തു കൊടുക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? സ്ക്രീൻ പോലെ ചെയ്തു കൊടുക്കും അല്ലെ. അപ്പൊ അതെന്താണ്, അവർക്ക് ആവശ്യമായ രീതിയിലുള്ള ഒരു പ്രൈവസി ഉറപ്പുവരുത്തുന്നതല്ലേ ഇതൊക്കെ. അവർക്ക് ബോക്സ് മാറ്റണമെങ്കിൽ അല്ലെ, അവർക്ക് എന്താണ് യൂറിൻ പാസ് ചെയ്യണമെങ്കിൽ അല്ലെ. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള എന്താണ് പ്രൈവസി ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് ലെസൺ ആൻസൈറ്റി ആൻഡ് ഫിയർ അല്ലെ. മിസ് നേരത്തെ പറഞ്ഞു എന്താണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്ന സമയത്ത് ആ രോഗിക്ക് പലതരത്തിലുള്ള ഉത്കണ്ഠകൾ ഉണ്ടാവും അല്ലെ, ആശങ്കകൾ ഉണ്ടാവും അല്ലെ, ഫിയർ ഉണ്ടാവും, ആൻസൈറ്റി ഉണ്ടാവും അല്ലെ. ഉണ്ടാവോ? ഉണ്ടാവും അല്ലെ. അപ്പൊ എന്താ, അവരുടെ ആൻസൈറ്റിയും ഫിയറും ഇവരെന്ത് ചെയ്യണം, ഈ നഴ്സ് കുറച്ചു കൊടുക്കണം അല്ലെ. അവർക്ക് ആവശ്യമായിട്ടുള്ള അഡ്വൈസുകളൊക്കെ അല്ലെ, ഉപദേശങ്ങൾ കൊടുക്കുക, അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് പറഞ്ഞു കൊടുത്തിട്ടൊക്കെ എന്താണ് അവര് ആ ഫിയറും ആൻസൈറ്റിയും കുറച്ചു കൊടുക്കുക. ക്ലിയർ ആയോ അത്? നെക്സ്റ്റ് പറയുന്നത് മൂന്നാമത്തെ റെസ്പോൺസിബിലിറ്റി എന്താണ് നഴ്സിന്റെ? ഓറിയന്റ് പേഷ്യൻസിന് ക്രമപ്പെടുത്തി കൊടുക്കുക. അതായത് നമുക്ക് ആ ഒരു വാർഡിലെ അല്ലെങ്കിൽ ആ റൂമിലെ പല കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അറിയാത്തത് ഉണ്ടാവുമല്ലോ. ആ ഒരു രോഗിനെ അഡ്മിറ്റ് ആക്കുന്ന ആ റൂമിലെ ആയിക്കോട്ടെ, ആ ഒരു വാർഡിലായിരിക്കെ പല കാര്യങ്ങളും നമുക്ക് അറിയാത്തത് ഉണ്ടാവുമല്ലോ. നഴ്സിംഗ് കോൾ ബട്ടൺ എവിടെയാണ് അല്ലെ, സ്വിച്ചസ് എവിടെയാണ് അല്ലെ, ആണോ? ടെലഫോൺ പോളിസി എങ്ങനെയാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് അവർക്ക് എന്ത് കൊടുക്കണം, ഓറിയന്റേഷൻ അല്ലെ, പറഞ്ഞു കൊടുക്കണം അല്ലെ.
അപ്പൊ അതാണ് നെക്സ്റ്റ് പറയുന്നത്. ഓറിയന്റ് പേഷ്യന്റിന് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കേണ്ടത് നഴ്സ്? ലൊക്കേഷൻ ഓഫ് നഴ്സ് സ്റ്റേഷൻ, നഴ്സിന്റെ സ്റ്റേഷൻ എവിടെയാണ് അല്ലെ? ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ട്രിപ്പ് ഇട്ടിട്ടുണ്ട്, അപ്പൊ അത് തീർന്നു കഴിയുമ്പോ നമ്മൾ നഴ്സിനെ വിളിക്കണ്ടേ? ആ നീഡിലൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട്, നീഡില് മാറ്റാൻ വേണ്ടി റിമൂവ് ചെയ്യാനായിട്ട് നഴ്സിനെ വിളിക്കണം അല്ലെ? അപ്പൊ നമുക്ക് അറിയണ്ടേ നഴ്സ് സ്റ്റേഷൻ എവിടെയാണ് അല്ലെ? നഴ്സുമാരിരിക്കുന്ന സ്റ്റേഷൻ എവിടെയാണ് അല്ലെ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നിട്ടുണ്ട്, ആ ഒരു പേഷ്യന്റ് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്, അപ്പൊ നമുക്ക് നഴ്സിനെ വിളിക്കണ്ടേ? അപ്പൊ അതിനു വേണ്ടിയിട്ട് ലൊക്കേഷൻ ഓഫ് നഴ്സ് സ്റ്റേഷൻ പറഞ്ഞു കൊടുക്കുക. നെക്സ്റ്റ് റൂം ബൗണ്ടറീസ്. നമുക്കറിയാം വാർഡുകളിലാണെങ്കിൽ ഒരുപാട് പേഷ്യൻസ് ഉണ്ടാവും അല്ലെ? അപ്പൊ എന്താണ് ഓരോ പേഷ്യൻസിന് ഓരോ ബൗണ്ടറി ഉണ്ടാവും അല്ലെ? ഇത്ര സ്ഥലം വരെ എന്ന്. അപ്പൊ അവർക്ക് ആ ഒരു ബൗണ്ടറീസ് അല്ലെ പറഞ്ഞു കൊടുക്കുക. അവരുടെ ടേബിൾ ഏതാണ്, അവർക്ക് സാധനങ്ങൾ വെക്കാനുള്ള ടേബിൾ ഏതാണ്, അവർക്ക് വേസ്റ്റ് ഇടാനുള്ള ബിൻ എവിടെയാണ് അല്ലെ, ചെയർ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങൾ, റൂമിന്റെ ബൗണ്ടറീസ് എവിടെ വരെയാണ് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. നെക്സ്റ്റ് ക്ലോത്ത്സ് സ്റ്റോറേജ് അല്ലെ, എന്താണ് ക്ലോത്ത് സൂക്ഷിക്കേണ്ടത് എവിടെയാണ്. പിന്നെ കോൾ ലൈറ്റ്, ഇപ്പൊ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കറിയാലോ, നമുക്ക് എടുക്കുന്ന റൂമില് അല്ലെങ്കിൽ വാർഡിലൊക്കെ നഴ്സിനെ വിളിക്കാനുള്ള ഒരു സ്വിച്ച് ഉണ്ടാവും അല്ലെ? എമർജൻസി സ്വിച്ച് ഉണ്ടാവുമല്ലോ. അപ്പൊ കോൾ ലൈറ്റ് എവിടെയാണ്, നഴ്സിന് എമർജൻസി സിറ്റുവേഷനിൽ അവരെ ഇൻഫോം ചെയ്യുന്നതിനുള്ള സ്വിച്ച്, കോൾ ലൈറ്റ് എവിടെയാണ്. നെക്സ്റ്റ് ബെഡ് കൺട്രോൾസ് അല്ലെ, ബെഡ് കൺട്രോൾ ചെയ്യേണ്ട രീതികൾ അല്ലെ. എന്താണ് ഇപ്പൊ നമ്മ പറഞ്ഞു, ബെഡ് എന്താണ് നമുക്ക് ഉയർത്താൻ പറ്റുമല്ലോ, ആ ഒരു പേഷ്യന്റിന്റെ ഉചിതമനുസരിച്ച് അല്ലെ. അവർക്കൊന്ന് ചാടിയിരിക്കണം, കിടപ്പ് രോഗികൾ അല്ലെങ്കിൽ എന്തെങ്കിലും വീക്ക് ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് എണീച്ചിരിക്കാൻ പറ്റുമെങ്കിൽ അവർക്കൊന്ന് ചാടിയിരിക്കണേ, നമുക്ക് ബെഡൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാലോ, ഉയർത്തി കൊടുക്കാലോ. അപ്പൊ ആ ഒരു ബെഡ് കൺട്രോൾസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുക. നെക്സ്റ്റ് എന്താണ് ലൈറ്റ് സ്വിച്ചസ്, നമ്മൾ ലൈറ്റിന്റെ സ്വിച്ച്, ഫാനിന്റെ സ്വിച്ച്, ബാത്റൂമിന്റെ ലൈറ്റിന്റെ സ്വിച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുക. നെക്സ്റ്റ് ടെലിഫോൺ പോളിസീസ് അല്ലെ, അവിടെയുള്ള ടെലിഫോൺസ് ഉപയോഗിക്കേണ്ടതിനെ കുറിച്ച്. നെക്സ്റ്റ് TV കൺട്രോൾസ്, TV ഉപയോഗിക്കുന്നതിനെ കുറിച്ച്. ഇപ്പൊ നമുക്കറിയാം മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അല്ലെങ്കിൽ വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ എന്താണ്, നമുക്ക് ഓരോ റൂമിലും നമുക്ക് TV അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ആ ഒരു പേഷ്യന്റിന് സമയം പോകുന്നതിന് വേണ്ടിയിട്ട്, എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട്. കണ്ടിട്ടുണ്ടോ അതൊക്കെ? കണ്ടിട്ടുണ്ടോ? അപ്പൊ ആ ഒരു TV കൺട്രോൾസ്, TV ഉപയോഗിക്കേണ്ടതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. നെക്സ്റ്റ് മീൽ ടൈംസ് അല്ലെ, ഭക്ഷണ സമയം എപ്പോഴാണ്, ആ ഒരു പേഷ്യന്റിന് അല്ലെങ്കിൽ കാന്റീനിൽ നിന്നുള്ള ഭക്ഷണ സമയം എപ്പോഴാണെന്ന് പറഞ്ഞു കൊടുക്കുക. നെക്സ്റ്റ് വിസിറ്റിംഗ് അവേഴ്സ്. നമുക്കറിയാം ഹോസ്പിറ്റലില് വിസിറ്റിംഗ് അവേഴ്സ് ഉണ്ട് അല്ലെ, നമ്മുടെ അവിടെ അഡ്മിറ്റ് ആക്കുന്ന രോഗിയെ കാണാനുള്ള സമയമുണ്ടല്ലോ വിസിറ്റേഴ്സിന്, റിലേറ്റീവ്സിന്. രാവിലെ ഒരു 11 മണി മുതൽ 12 മണി വരെ അല്ലെ. പിന്നെന്താണ് വൈകിട്ട് ഒരു 4 മണി മുതൽ 5 മണി വരെയൊക്കെ ആയിരിക്കും അല്ലെ. ഒരു മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ആയിരിക്കും രാവിലെയും വൈകിട്ടും. അപ്പൊ ആ ഒരു വിസിറ്റിംഗ് അവേഴ്സ് എപ്പോഴൊക്കെയാണ്, എത്ര ടൈം വരെയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. പിന്നെ ഡയറ്റ്, ഇപ്പൊ നമുക്ക് എന്താണ് പ്രഷർ അല്ലെങ്കിൽ ഷുഗർ ഉള്ള പേഷ്യൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും സർജറി കഴിഞ്ഞ പേഷ്യൻസിന് ഒക്കെ എന്ത് ചെയ്യും, ഡയറ്റ് കൺട്രോൾ ഉണ്ടാവും അല്ലെ, ഭക്ഷണക്രമങ്ങൾ ഉണ്ടാവുമല്ലോ ആ ഒരു പേഷ്യന്റിന്. അല്ലെങ്കിൽ ഒരു സർജറി ചെയ്യേണ്ട പേഷ്യന്റ് ആണെങ്കിൽ ഉണ്ടാവും അല്ലെ. അപ്പൊ ആ ഒരു ഡയറ്റ് കൺട്രോൾ എന്തൊക്കെയാണ്, ഈ പേഷ്യന്റിന് എന്തൊക്കെ ഫുഡുകൾ കൊടുക്കാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ നഴ്സ് അവരുടെ റിലേറ്റീവ്സിന് പറഞ്ഞു കൊടുക്കുക. നെക്സ്റ്റ് സേഫ്റ്റി മെഷേഴ്സ്, സൈഡ് റൈഡ്സ്, അതായത് ഈ പേഷ്യന്റ് ബെഡിൽ നിന്ന് വീഴാതിരിക്കാനായിട്ട് കണ്ടിട്ടുണ്ടോ, ഒരു സ്റ്റാൻഡ് പോലെ നമ്മ ബെഡിന്റെ സൈഡിൽ ഇങ്ങനെ ഉയർത്തി വെക്കുന്നത് കണ്ടിട്ടുണ്ടോ? അപ്പൊ അങ്ങനെയുള്ള സേഫ്റ്റി മെഷേഴ്സ് നമുക്ക് ആ ഒരു പേഷ്യന്റിന് സുരക്ഷിതത്വം നൽകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സൈഡ് റൈസ് എങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് വെക്കേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുക. നെക്സ്റ്റ് ടൈം ഫോർ ഡോക്ടേഴ്സ് വിസിറ്റ്. നമുക്കറിയാം ഡോക്ടേഴ്സിന്റെ വിസിറ്റിംഗ് അവേഴ്സ് ഉണ്ട് അല്ലെ, റൗണ്ട്സിന്റെ ടൈം ഉണ്ടല്ലോ വാർഡുകളില്, റൂമില് അല്ലെ. 10 മണി മുതൽ 11 മണി വരെ അല്ലെ, അല്ലെങ്കിൽ 11 മണി മുതൽ 12 മണി വരെയും അല്ലെ. ഒരു ഒപ്പിയില് വന്ന് ഒരിത്തിരി നേരം ഇരുന്ന് കഴിഞ്ഞിട്ടാണ് അല്ലെ
റൗണ്ട്സിന് ഇറങ്ങുന്നത്. അപ്പൊ ആ ഒരു ഡോക്ടേഴ്സിന്റെ വിസിറ്റിംഗ് അവേഴ്സ് എപ്പോഴാണ്? വാർഡുകളിലേക്ക് അല്ലെങ്കിൽ റൂമുകളിലേക്ക് ഡോക്ടർ പേഷ്യന്റിനെ ചെക്കപ്പ് ചെയ്യാൻ വരുന്ന സമയം പറഞ്ഞു കൊടുക്കുക. നെക്സ്റ്റ്, വാട്ട് ടെസ്റ്റ് ആർ ഷെഡ്യൂൾഡ്? ഇപ്പൊ രോഗിനെ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞിട്ട് അവർക്ക് എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻസ് പറഞ്ഞിട്ടുണ്ടാവുക അല്ലെ, ടെസ്റ്റുകള്, ബ്ലഡ് ടെസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ടാവാം, യൂറിൻ ടെസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ടാവാം അല്ലെ, അല്ലെങ്കിൽ സ്കാനിങ് പറഞ്ഞിട്ടുണ്ടാവാം, എക്സ്റേ പറഞ്ഞിട്ടുണ്ടാവാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ടെസ്റ്റുകളെ കുറിച്ച് എന്തൊക്കെ ടെസ്റ്റുകളാണ് രോഗിക്ക് പേഷ്യന്റ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. ആ രോഗിയോടോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിനോ പറഞ്ഞു കൊടുക്കുക. ഓക്കെ ആണോ? നെക്സ്റ്റ്, ഗ്യാദർ ഇൻഫർമേഷൻ റിലേറ്റഡ് ഫോർ. ആ രോഗിനെ കുറിച്ചുള്ള എന്തൊക്കെ ഇൻഫർമേഷൻസ്, എന്തൊക്കെ വിവരങ്ങളാണ് ഈ നേഴ്സ് കളക്ട് ചെയ്യേണ്ടത് അല്ലെ. ഇത് 4ാമത്തെ ഡ്യൂട്ടി ആണ് കേട്ടോ. നമ്മ റെസ്പോൺസിബിലിറ്റീസ്, നഴ്സിന്റെ റെസ്പോൺസിബിലിറ്റീസ് പറഞ്ഞാല് 4ാമത്തെ ഡ്യൂട്ടിയാണ്. എന്താണ്? ഗ്യാദർ ഇൻഫർമേഷൻ റിലേറ്റഡ് ടു അല്ലെ. ഫസ്റ്റ് പറയുന്നത് എന്താ? പ്രിപ്പയർ റൂം. രണ്ടാമത്തത് ഐഡന്റിഫൈ സെൽഫ്. മൂന്നാമത്തത് ഓറിയന്റ് പേഷ്യന്റ്. 4ാമത്തത് ഗ്യാദർ ഇൻഫർമേഷൻ റിലേറ്റഡ് ടു പേഷ്യന്റ്. നെക്സ്റ്റ്, ഫസ്റ്റ് നോക്കിയേ, മെഡിക്കൽ ഓർഡേഴ്സ് അല്ലെ. ആ ഡോക്ടർ, ഈ രോഗി കൺസൾട്ട് ചെയ്തിരിക്കുന്ന ഡോക്ടേഴ്സ് എന്തൊക്കെ ഓർഡേഴ്സ്, എന്തൊക്കെ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് രോഗിക്ക്, അതിനെ കുറിച്ചുള്ള വിവരങ്ങൾ കളക്ട് ചെയ്യുക. നെക്സ്റ്റ്, ട്രീറ്റ്മെന്റ് അല്ലെ. രോഗിയുടെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് ഡോക്ടർ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്, എന്തൊക്കെ മെഡിസിൻ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ, എന്താണ് ടെസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. രോഗിയുടെ കണ്ടീഷൻ എങ്ങനെയാണ്, അതിനെ കുറിച്ചുള്ള ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുക. നെക്സ്റ്റ് എന്താണ്? ലാബ് ടെസ്റ്റ് റിസൾട്ടുകൾ അല്ലെ. ചിലപ്പോ എന്താണ് രോഗിക്ക് അഡ്മിറ്റ് ആ ഒരു IPD-യിൽ കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ അവർക്ക് എന്താണ് ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടാവുക അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ലാബ് ടെസ്റ്റ് റിസൾട്ടുകൾ ശേഖരിക്കുക. നെക്സ്റ്റ്, ടെസ്റ്റ്, എന്തെങ്കിലും ടെസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ച്, ആ ഒരു ടെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങള്. നെക്സ്റ്റ് എന്താണ്? ഡയറ്റ് അല്ലെ. ഭക്ഷണക്രമങ്ങളുമായി ബന്ധപ്പെട്ട് ഡോക്ടേഴ്സ് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിവരങ്ങൾ, ഇൻഫർമേഷൻസ് ശേഖരിക്കുക. നെക്സ്റ്റ്, ആക്ടിവിറ്റീസ് അല്ലെ. എന്താണ്? ചിലപ്പോ രോഗിക്ക് എന്തെങ്കിലും ആക്ടിവിറ്റീസ് അല്ലെ, എക്സസൈസുകൾ പറയുന്നുണ്ടാവാം, അതല്ലെങ്കിൽ എന്താണ് റീഹാബിലിറ്റേഷൻ സർവീസുകൾ പറയുന്നുണ്ടാവാം അല്ലെ. ഫിസിയോതെറാപ്പി പോലെയുള്ള ആക്ടിവിറ്റീസ് പറയില്ലേ രോഗിക്ക്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ഈ നേഴ്സ് ശേഖരിച്ച് നമ്മുടെ പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡുകളിൽ സൂക്ഷിക്കുക. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? നെക്സ്റ്റ്, പ്രിലിമിനറി ഒബ്സർവേഷൻ പേഷ്യന്റിനെ കുറിച്ചുള്ള പ്രിലിമിനറി ഒബ്സർവേഷൻ അല്ലെ. പ്രാഥമിക ഒബ്സർവേഷൻ എന്തൊക്കെയാണ്? The first few moments with a patient facial expression will denote his emotional reactions and presence of pain and fatigue അല്ലെ. ഇപ്പൊ നമുക്ക് ഒരു പേഷ്യന്റിന് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ശാരീരികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ട്, എവിടെയെങ്കിലും എന്തെങ്കിലും വേദനയുണ്ട്, അതല്ലെങ്കിൽ നമുക്ക് അമിതമായിട്ടുള്ള എന്തെങ്കിലും ക്ഷീണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഫേഷ്യൽ എക്സ്പ്രഷനിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകോ? നിങ്ങൾ ചോദിക്കാറില്ലേ മക്കളോട് അല്ലെങ്കിൽ ഹസ്ബൻഡിനോടൊക്കെ ചോദിക്കാറില്ലേ, എന്താണ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കാറുണ്ടോ? നിങ്ങൾ അവരുടെ മുഖഭാവം കാണുമ്പോ ചോദിക്കാറുണ്ടോ? ചോദിക്കാറുണ്ട് അല്ലേ? എന്തുകൊണ്ടാണ്? അവരാ ഒരു മുഖത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ. അവർക്ക് എന്തെങ്കിലും പെയിൻസ് അല്ലെ, വേദനകളുണ്ടോ, അവർക്ക് എന്തെങ്കിലും ക്ഷീണങ്ങളുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റുമല്ലോ. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാ? ഫസ്റ്റ് ഫ്യൂ മൊമെന്റ്സ്, കുറച്ചു നേരം ആ ഒരു പേഷ്യന്റിന്റെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് അല്ലെ, മുഖഭാവങ്ങൾ ശ്രദ്ധിക്കുക. അതെന്താണ് ഡിനോട്ട് ചെയ്യുന്നത്, സൂചിപ്പിക്കുന്നത്? അവർക്ക് എന്തെങ്കിലും എന്താണ് വേദനയുണ്ടോ അല്ലെങ്കിൽ അവർക്ക് ക്ഷീണമുണ്ടോ എന്ന് മനസ്സിലാക്കാനായി സാധിക്കുന്നു. ക്ലിയർ ആണത്? Next, any discoloration of skin such as jaundice, cyanosis, facial paralysis should be denoted. Further observation can be made giving care to the client. എന്ത് ചെയ്യാ?
ഒരു പേഷ്യന്റിന്റെ സ്കിന്നില് അല്ലെ അവരുടെ ശരീരത്തില് എന്തെങ്കിലും കളർ വ്യത്യാസങ്ങൾ ഡിസ്കളറേഷൻ ഉണ്ടോ എന്ന് നോക്കാം. അപ്പൊ നമുക്കറിയാം ജോണ്ടിസ് അല്ലെ മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെഗത്തിന്റെ അല്ലെ അല്ലെങ്കിൽ കണ്ണിന്റെ അല്ലെങ്കിൽ സ്കിന്നിന്റെ ഒക്കെ കളർ ചേഞ്ച് വരുമോ? ഒരു മഞ്ഞ കളർ ആവും അല്ലെ, യെല്ലോയിഷ് കളർ ആവുമല്ലോ. അപ്പൊ അങ്ങനെ നോക്കുക അല്ലെ, എന്താണ് ഇനി ഡിസ്കളറേഷൻ ഓഫ് സ്കിൻ, അവരുടെ സ്കിന്നിൽ എന്തെങ്കിലും കളർ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടോ? സച്ച് ആസ് ജോണ്ടീസ്, സൈനോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് വരുമല്ലോ, ശ്രദ്ധിച്ചിട്ടുണ്ടത്. കൊച്ചുങ്ങളാണെങ്കിലും ഒരുപാട് കരയുന്ന വായ കൂട്ടാണ്ട് ചില കുഞ്ഞുങ്ങൾക്കുണ്ട്. കുഞ്ഞിലെ മിസ്റ്റർ എക്സാമ്പിൾ പറയുന്നതാണ്, കുഞ്ഞിലെ ഭയങ്കരമായിട്ട് നിർത്താണ്ട് കരയുമ്പോ അവര് സ്കിന്നിലെ വ്യത്യാസങ്ങൾ കളർ വ്യത്യാസങ്ങൾ വരുന്നത് കണ്ടിട്ടുണ്ടോ? ചുണ്ടിന് ഒരു നീല കളർ വരും അല്ലേ, ബ്ലൂയിഷ് ഒരു ബ്ലൂ കളർ പോലെ വരും അല്ലേ. അപ്പൊ എന്താണ് അങ്ങനെ എന്താണ് അപ്പൊ അവരിങ്ങനെ അമിതമായി കരയുമ്പോൾ അവർക്ക് ശ്വാസം കിട്ടാണ്ട് വരുന്നത് കൊണ്ടല്ലേ ആ ഒരു കളർ വ്യത്യാസങ്ങൾ വരുന്നത്. അവർക്ക് ബ്രീത്തിങ് ഓക്കെ ആവില്ല, അവർ ആ ഒരൊറ്റ ശ്വാസത്തിൽ അവർ കരഞ്ഞു കളയില്ലേ. അപ്പൊ അതേപോലെ എന്താണ് സൈനോസിസ് എന്ന് പറഞ്ഞാല് നമുക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് വരുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തിലെ സ്കിന്നില് കളർ വ്യത്യാസങ്ങൾ നമുക്ക് ഒരു ബ്ലൂ കളർ ആയിട്ട് വരും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടോ? നെക്സ്റ്റ് എന്താണ് ഫേഷ്യൽ പാരലൈസിസ് അല്ലെ. ഫേഷ്യൽ പാരലൈസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ചില സമയത്ത് നമ്മുടെ മുഖമൊക്കെ കോടിപ്പോകാലോ, സ്ട്രോക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അല്ലേ, ഈ ചുണ്ട് അല്ലെ, ചുണ്ടൊക്കെ ഒരു സൈഡിലേക്ക് കോടി പോകുന്നതൊക്കെ അങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അതെന്താണ് സ്ട്രോക്ക് ഒക്കെ വരുന്ന സമയത്താണ് നമ്മുടെ മുഖം കോടിപ്പോകുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടോ എന്ന് പേഷ്യന്റിനെ പ്രാഥമികമായി വിലയിരുത്തിയതിനു ശേഷം അവർക്ക് വേണ്ട കൂടുതലായിട്ടുള്ള മെഡിക്കൽ കെയർ പ്രൊവൈഡ് ചെയ്യുക, കൊടുക്കുക. ഓക്കെ ആണോ? ജോണ്ടിസ് മഞ്ഞപ്പിത്തം കേട്ടോ. ഫർദർ ഒബ്സർവേഷൻ, അതായത് ബാക്കി ഒബ്സർവേഷൻ എന്ത് ചെയ്യുക, ഈ ഒരു ഫേഷ്യൽ ഈ ഡിസ്കളറേഷന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ബാക്കിയുള്ള ഒബ്സർവേഷൻസ് ഒക്കെ നോക്കി കാണേണ്ട അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ അല്ലേ? അതിന്റെ എന്റെ പേരാണോ? നെക്സ്റ്റ് ചാർട്ടിങ്. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് OPD-ന്ന് IPD-യിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെ, ആ ഒരു അഡ്മിഷൻ പ്രൊസീജിയറിന്റെ സമയത്ത് ചാർട്ടിങ് ചെയ്യേണ്ടത്. റെക്കോർഡ് ഓൾ ദ ബേസിക് ഇൻഫർമേഷൻ ഇൻ ദ പേഷ്യന്റ് റെക്കോർഡ് അല്ലെ. എന്റെ പേഷ്യന്റിനെ കുറിച്ചുള്ള എല്ലാ ബേസിക് ഇൻഫർമേഷൻസും പൊതുവായിട്ടുള്ള അല്ലെ എല്ലാ ഇൻഫർമേഷൻസും കളക്ട് ചെയ്യണോ, റെക്കോർഡ് ചെയ്യണോ. ഹെൽത്ത് കണ്ടീഷൻ എന്താണ് അല്ലെ, പേഷ്യന്റിന്റെ ഹെൽത്ത് കണ്ടീഷൻ എന്താണ് അല്ലെ, എന്തുകൊണ്ടാണ് അവരെ അഡ്മിറ്റ് ആക്കുന്നത് അല്ലെ, പ്രീവിയസ് ഹെൽത്ത് ഹിസ്റ്ററി അല്ലെ, പ്രീവിയസ് ആയിട്ടുള്ള അവരുടെ മെഡിക്കൽ ഹിസ്റ്ററീസ് ഉൾപ്പെടുത്തണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാ എല്ലാ ഇൻഫർമേഷൻസും പേഷ്യന്റിനെ കുറിച്ചുള്ളത് അവര് റെക്കോർഡ് ചെയ്യുക. നെക്സ്റ്റ് ക്ലിയർലി മെൻഷൻ അഡ്മിഷൻ ഡേറ്റ്, time, patient's details, complaints of the clients, any allergies and the patient's mental status അല്ലെ, എന്താണ് പേഷ്യന്റിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും, അവരെ എന്നാണ് അഡ്മിറ്റ് ആക്കിയത്, ഏത് സമയത്താണ്, പേഷ്യൻസിന്റെ സോഷ്യൽ ഡാറ്റാസ്, അവരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കംപ്ലൈന്റ്സുകളോ പരാതികളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, പിന്നെ എന്താണ് ഇനി അലർജീസ് അല്ലെ, അവർക്ക് എന്തെങ്കിലും അലർജീസ് ഉണ്ട് അല്ലെ. ഇപ്പൊ നമുക്കറിയാം ചില പെയിൻ കില്ലേഴ്സ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആന്റിബയോട്ടിക്സ് കഴിക്കുമ്പോൾ നമുക്ക് എന്താണ് ചിലവർക്ക് അലർജി പ്രോബ്ലംസ് വരാറുണ്ട് അല്ലെ. പെയിൻ കില്ലേഴ്സ് ഒക്കെ കഴിക്കുമ്പോൾ ചിലർ ഛർദിക്കും അല്ലെ, ചിലർക്ക് എന്താണ് ചൊറിഞ്ഞ് തടിച്ചു പൊന്തും അല്ലെ, ചിലർക്ക് എന്താണ് അമിതമായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടും. ആണോ? ആർക്കെങ്കിലും ഉണ്ടോ അങ്ങനത്തെ പ്രോബ്ലം ഉണ്ടോ, അലർജി പ്രോബ്ലംസ് ഉണ്ടോ പെയിൻ കില്ലേഴ്സ് ഒക്കെ കഴിക്കുമ്പോൾ? ഇല്ല. ഓക്കെ, ചോദിച്ചാണ് കേട്ടോ, അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. ചിലർക്ക് ഉണ്ടാവും ഈ ഒരു പെയിൻ കില്ലേഴ്സ് കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആന്റിബയോട്ടിക്സ് ഒക്കെ കഴിക്കുന്ന സമയത്ത് അവർ ഈ ചുണ്ട് അതല്ലെങ്കിൽ അവരുടെ മുഖമൊക്കെ വന്നിങ്ങനെ തടിച്ചിങ്ങനെ പൊന്തും.
ചിലർക്ക് എന്താണ് അമിതമായി ഇങ്ങനെ ചൊറിച്ചിൽ അനുഭവപ്പെടില്ലേ? അമിതമായ ചൊറിച്ചിൽ അനുഭവപ്പെടും, ചിലർക്ക് ഛർദി ഉണ്ടാവും, വൊമിറ്റിംഗ് ഉണ്ടാവും, ചിലർക്ക് വയറുവേദന ഉണ്ടാവും. അപ്പം എന്താണ് അങ്ങനെ എന്തെങ്കിലും അലർജീസ് ഉണ്ടെങ്കിൽ അതൊക്കെ നോട്ട് ചെയ്യുക. അപ്പൊ നമ്മളാണെങ്കിൽ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് ആദ്യം തന്നെ ഡോക്ടർ ചോദിക്കാറില്ലേ, മരുന്നുകൾ എഴുതി തരുന്നതിന് മുമ്പ് എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നത് കൊണ്ട് അലർജീസ് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അല്ലേ? കേട്ടോ? അപ്പൊ ചോദിക്കാറുണ്ട് അല്ലെ? എന്താണ് അങ്ങനെ ഉണ്ടെങ്കിൽ വേറെ മരുന്നുകൾ എഴുതാൻ വേണ്ടിയിട്ടാണ് അല്ലെ? അപ്പൊ ആ അലർജി പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യുക. കൂടാതെ പേഷ്യൻസ് മെന്റൽ സ്റ്റാറ്റസ് അല്ലെ, ഏറ്റവും വലിയ കാര്യമാണ് അല്ലെ പേഷ്യൻസിന്റെ മെന്റൽ സ്റ്റാറ്റസ്, മാനസിക നില വിലയിരുത്തുന്നത് അല്ലെ? അല്ലെ? അപ്പൊ പേഷ്യൻസിന്റെ മെന്റൽ സ്റ്റാറ്റസ് ഒക്കെ എന്ത് ചെയ്യണം? ആ ഒരു പേഷ്യന്റിന്റെ റെക്കോർഡില് ക്ലിയർ ആയിട്ട് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് റെക്കോർഡിംഗ് അഡ്മിഷൻ രജിസ്റ്റർ. പിന്നെ എന്താണ്? അഡ്മിഷൻ രജിസ്റ്ററിൽ ഇവരുടെ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുക. ട്രീറ്റ്മെന്റ് ബുക്ക്, റിപ്പോർട്ട് ബുക്ക്, മെഡിക്കൽ ലീഗൽ കേസസ് രജിസ്റ്റർ, അപ്ഡേറ്റ് വാർഡ് സെൻസസ് ആൻഡ് നഴ്സസ് നോട്ട്സ് അല്ലെ? ഇവരെ കുറിച്ചുള്ള വിവരങ്ങൾ ഈ കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യണം? ചാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ട്രീറ്റ്മെന്റ് ബുക്കിൽ ഈ പേഷ്യന്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ ചേർക്കണ്ടേ? ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ, ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. അവര് ആ രോഗിനെ ചെക്കപ്പ് ചെയ്തതിന് മുമ്പ് അല്ലെങ്കിൽ എന്ത് ചെയ്യും? അവർ ആ ബുക്കിൽ എഴുതി വെക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇന്ന നമ്പർ, ഇന്ന പേഷ്യന്റ് അല്ലെ? ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും? അപ്പൊ എന്താ? അവരുടെ ട്രീറ്റ്മെന്റ് ബുക്കിലെ ഈ പേഷ്യന്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തുക, റിപ്പോർട്ട് ബുക്കിൽ രേഖപ്പെടുത്തുക. പിന്നെ മെഡിക്കൽ ലീഗൽ കേസസ്, MLC രജിസ്റ്റർ. മെഡിക്കൽ ലീഗൽ കേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഈ അസ്വാഭാവികമായിട്ടുള്ള എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ട് ഹോസ്പിറ്റലിൽ പോയില്ലേ? ആക്സിഡന്റ് പറ്റുക, കേസ്, നമ്മുടെ പോലീസ് കേസ് ആവാൻ സാധ്യതയുള്ള കാര്യം, ഇഞ്ചുറീസോ അല്ലെങ്കിൽ അസുഖങ്ങളോ. ആക്സിഡന്റ് എന്താണ്? പോലീസുകാർ അന്വേഷിക്കുന്ന കാര്യമാണ് അല്ലെ? പോലീസിലേക്ക് വിവരം അറിയിക്കില്ലേ? അറിയിക്കോ? സൂയിസൈഡിങ് അറ്റംപ്റ്റ് അല്ലെ? സൂയിസൈഡിങ് അറ്റംപ്റ്റ്, പോയിസണിങ് അല്ലെ? പോയിസണിങ്. പിന്നെ എന്താണ്? റേപ്പ്. അതൊക്കെ എന്താണ്? മെഡിക്കൽ ലീഗൽ കേസസ് ആണ് അല്ലെ? ക്ലിയർ ആയോ? മെഡിക്കൽ ലീഗൽ കേസസ് എന്ന് പറഞ്ഞാൽ എന്താ? അസ്വാഭാവികമായ എന്തെങ്കിലും അസുഖങ്ങളോ അല്ലെങ്കിൽ ഇഞ്ചുറീസോ പറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്ന കേസുകളെയാണ് മെഡിക്കൽ ലീഗൽ കേസസ് എന്ന് പറയുന്നത്. ഇതെന്ത് ചെയ്യും? നമ്മ പോലീസിനെ വിവരം അറിയിക്കും അല്ലെ? പോലീസിനെ ഇൻഫോം ചെയ്യില്ലേ കേസുകളില്? അപ്പൊ അങ്ങനെയുള്ള കേസുകൾ ഇപ്പൊ അവിടെ കൊണ്ടുവന്ന കേസുകൾ ഇപ്പൊ അഡ്മിറ്റ് ആക്കിയത് OPD-ന്ന് IPD-യിലേക്ക് അഡ്മിറ്റ് ആക്കിയത് ഇങ്ങനെയുള്ള കേസുകളാണെങ്കിൽ എന്ത് ചെയ്യണം? അത് മെഡിക്കൽ ലീഗൽ കേസ് രജിസ്റ്ററിൽ റിപ്പോർട്ട് ചെയ്യണം അല്ലെ? ചിലപ്പോ എന്തുവരും? പിന്നീട് അത് പോലീസ് കേസൊക്കെ ആയി അന്വേഷണത്തിന് വരാലോ. ആ ഒരു കേസിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഹോസ്പിറ്റൽ അന്വേഷണത്തിന് വരില്ലേ? സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? ചിലപ്പോ കൊല്ലങ്ങളിലെ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും അതിനെ കുറിച്ച് അന്വേഷണത്തിന് വരുന്നത് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? വ്യക്തമായിട്ടുള്ള റിപ്പോർട്ട് കൊടുക്കണ്ടേ പോലീസിന്? ആ ഒരു കേസിനെ കുറിച്ചുള്ള വ്യക്തമായ ഇൻഫോർമേഷൻസ് കൊടുക്കണം അല്ലെ? അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഇവർ ഇങ്ങനെയുള്ള കേസുകൾ മെഡിക്കൽ ലീഗൽ കേസ് രജിസ്റ്ററിൽ റെക്കോർഡ് ചെയ്യുന്നു. ക്ലിയർ ആയോ? അങ്ങനെയുള്ള കേസുകളാണെങ്കിൽ മാത്രം അതിൽ റിപ്പോർട്ട് ചെയ്യാട്ടോ. സാധാരണ നോർമൽ അസുഖങ്ങളായിട്ട് വരുന്ന കേസുകൾ അതിൽ റെക്കോർഡ് ചെയ്യണ്ട. ഇങ്ങനെയുള്ള സൂയിസൈഡ് അറ്റംപ്റ്റ് നമ്മൾ പോലീസിലേക്ക് വിവരം അറിയിക്കുന്ന എല്ലാ കേസുകളും മെഡിക്കൽ ലീഗൽ കേസ് രജിസ്റ്ററിൽ റെക്കോർഡ് ചെയ്യുക. നെക്സ്റ്റ് അപ്ഡേറ്റ് വാർഡ് സെൻസസ് അല്ലെ? നമുക്കറിയാം ഒരു ദിവസം ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിലെ വാർഡില് സെയിം നമ്പർ ആയിരിക്കോ? പേഷ്യന്റ് തന്നെ ആയിരിക്കോ? ചിലപ്പോ രാവിലെ ഒരു 5 പേഷ്യന്റ് ഉള്ളിടത്ത് വൈകുന്നേരം ആവുമ്പോഴേക്കും അത് എത്ര ആവും? 8 9 ആവാം അല്ലെ? വീണ്ടും അഡ്മിറ്റ് ആക്കിയിട്ട് ആണ്. അപ്പൊ അതെന്ത് ചെയ്യണം? ആ ഒരു വാർഡ് സെൻസസ്, വാർഡിൽ ആ ഒരു പേഷ്യന്റിന്റെ നമ്പേഴ്സ് അപ്ഡേറ്റ് ചെയ്യണ്ടേ? അവരെ സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ അവരെ റെക്കോർഡുകളിലേക്ക് അപ്ഡേഷൻ നടത്തണ്ടേ?
പിന്നെ എന്താണ് രോഗിയെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസും നഴ്സസ് നോട്ട്സില് നഴ്സസ് അവർക്ക് വേണ്ടി അവർക്ക് പെട്ടെന്ന് അവർക്ക് നോക്കാൻ വേണ്ടിയിട്ട് നമ്മ മിസ് ക്ലാസ് എടുക്കുമ്പോൾ ലെക്ചർ നോട്ട് എഴുതി വെക്കാറില്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് ലെക്ചർ നോട്ട് എഴുതി വെക്കാറുണ്ടോ നിങ്ങൾ? പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അല്ലെ? ആ ഒരു കാര്യത്തെ കുറിച്ച് പെട്ടെന്ന് നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ? അപ്പൊ അതേപോലെ എന്താണ് പേഷ്യൻസിനെ കുറിച്ച് നഴ്സുമാര് നോട്ട്സുകൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് പെട്ടെന്ന് ആ പേഷ്യന്റിനെ കുറിച്ചുള്ള കാര്യങ്ങള് ക്ലിയർ ആവുന്നതിന് വേണ്ടി അല്ലെ, മനസ്സിലാകുന്നതിന് വേണ്ടി. അപ്പൊ അങ്ങനെയുള്ള നഴ്സസ് നോട്ട്സുകളിലൊക്കെ ഈ പേഷ്യന്റിനെ കുറിച്ചുള്ള വിവരങ്ങള് റെക്കോർഡ് ചെയ്യുക, രേഖപ്പെടുത്തുക. ക്ലിയർ ആയോ? നെക്സ്റ്റ് പറയുന്നത് ഫിസിക്കൽ അസസ്മെന്റ് ബൈ റിവ്യൂയിങ് സിസ്റ്റം അല്ലെ. ആ ഒരു പേഷ്യന്റിനെ കുറിച്ചുള്ള ഫിസിക്കൽ അസസ്മെന്റ് ഇപ്പൊ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു പ്രാഥമിക വിലയിരുത്തൽ അല്ലെ. നമ്മ അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് നോക്കുന്നുണ്ട് അല്ലെ, ഫേഷ്യൽ എക്സ്പ്രഷൻസ്. അതല്ലെങ്കിൽ എന്താണ് അവരുടെ ഫിസിക്കൽ ആയിട്ടുള്ള ശാരീരികമായിട്ടുള്ള വിലയിരുത്തലുകളൊക്കെ നോക്കിയിട്ട് അതൊക്കെ റിവ്യൂയിങ് സിസ്റ്റത്തിലേക്ക് രേഖപ്പെടുത്തി വെക്കുക. നെക്സ്റ്റ് പേഷ്യന്റ് കംഫർട്ട് അല്ലെ. നമുക്ക് പേഷ്യന്റിന് കംഫർട്ട് ആകുന്ന രീതിയിൽ, ആശ്വാസമാകുന്ന രീതിയിലല്ലേ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടത്. ഇപ്പൊ ഒരു മെഡിസിനെ കുറിച്ചാണെങ്കിലും ടെസ്റ്റുകളെ കുറിച്ചാണെങ്കിലും ഡോക്ടറുടെ അഡ്വൈസുകളെ കുറിച്ചാണെങ്കിലും നമ്മൾ ശരിയായി വ്യക്തമായി പറഞ്ഞു കൊടുക്കണം അല്ലെ. അവർക്ക് പേഷ്യന്റിന് പറഞ്ഞു കൊടുക്കണോ? വേണല്ലേ. അല്ലെങ്കിൽ അവർക്ക് എന്ത് വരാം, ഒരുപാട് അവരുടെ ആരോഗ്യ വിവരങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ ട്രീറ്റ്മെന്റ് പ്ലാൻസുകളുമായി ബന്ധപ്പെട്ട് അവർക്ക് ഒരുപാട് ഡൗട്ട്സുകൾ വരാം അല്ലെ. നിങ്ങൾക്കാണെങ്കിൽ എങ്ങനെയല്ലേ കറക്റ്റ് രീതിയിൽ എല്ലാ ഇൻഫർമേഷൻസും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവില്ലേ? അപ്പൊ എന്താണ് പേഷ്യന്റിനെ കംഫർട്ട് ആകുന്ന രീതിയിൽ അവർക്ക് വേണ്ട ഇൻഫർമേഷൻസ്, അവരുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ട അവരുടെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും അവരോട് ഷെയർ ചെയ്യുക. നെക്സ്റ്റ് കളക്ട് ഇൻഫർമേഷൻ ഫോർ ഡാറ്റാബേസ് അല്ലെ. നമ്മുടെ ആ പേഷ്യന്റിന്റെ ഡാറ്റാബേസിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക. അപ്പൊ സോഷ്യൽ ഡാറ്റാസ് വേണം അല്ലെ, മെഡിക്കൽ ഡാറ്റാസ് വേണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും അവരുടെ ഡാറ്റാബേസിന് ആവശ്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും ശേഖരിക്കുക. നെക്സ്റ്റ് ഒബ്റ്റെയിൻ ഫിസിക്കൽ ഓർഡർ ഫോർ ദി ലാബ് ടെസ്റ്റ് മെഡിക്കൽ ആക്ടിവിറ്റി. എന്താണ് പേഷ്യന്റിന്റെ ഫിസിക്കൽ ഓർഡേഴ്സ് അല്ലെ. എന്താണ് പേഷ്യന്റിനെ കുറിച്ച് നമ്മുടെ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ള പല നിർദ്ദേശങ്ങൾ ഉണ്ടാവുമല്ലോ. ലാബ് ടെസ്റ്റുകൾ ഉണ്ടാവും അല്ലെ, ലാബ് ടെസ്റ്റുകൾ ഉണ്ടാവും, അതർ ടെസ്റ്റുകൾ ഉണ്ടാവും, പ്രൊസീജിയേഴ്സ് ഉണ്ടാവും അല്ലെ, മെഡിക്കൽ ആക്ടിവിറ്റീസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശേഖരിക്കുക. ഫുഡിന്റെ ഡയറ്റ് കൺട്രോൾ ഉണ്ടാവും, എക്സസൈസുകൾ ഉണ്ടാവും, ചിലപ്പോ റീഹാബിലിറ്റേഷൻ സർവീസുകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചാർട്ട് ചെയ്യുക. ക്ലിയർ ആയോ? എല്ലാവർക്കും ഓക്കെ ആണോ? നെക്സ്റ്റ് ഫോളോ ഓർഡേഴ്സ് ബൈ ദി കൺസൾട്ടന്റ്. അവരെ കൺസൾട്ടന്റ് ഇപ്പൊ ആ രോഗി ഏത് ഡോക്ടറെയാണോ കൺസൾട്ട് ചെയ്തിരിക്കുന്നത് ആ ഡോക്ടർ പറയുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കണ്ടേ, ഫോളോ ചെയ്യണ്ടേ? ഇന്നോ മരുന്നുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരുന്നുകൾ ചെയ്യണം അല്ലെ, ടെസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെസ്റ്റുകൾ ചെയ്യണം അല്ലെ. അപ്പൊ നോക്കിയേ, ഫോളോ ഓർഡേഴ്സ് ബൈ ദി കൺസൾട്ടന്റ് അല്ലെ. ആരോഗ്യ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ ഓർഡേഴ്സ് ഫോളോ ചെയ്യുക. ഇഫ് എനി ടെസ്റ്റ് ആർ പ്രിസ്ക്രൈബ്ഡ് ബൈ ദി ഡോക്ടർ, ആ ഡോക്ടർ ഈ രോഗിക്ക് എന്തെങ്കിലും ടെസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്, നേഴ്സ് മസ്റ്റ് മേക്ക് അറേഞ്ച്മെന്റ്സ് ടു ക്യാരി ഔട്ട് അല്ലെ. എന്ത് ചെയ്യണം? നേഴ്സ് പേഷ്യന്റിന് ആ ടെസ്റ്റുകൾ ചെയ്യുന്നതിനുള്ള അറേഞ്ച്മെന്റ്സ് അല്ലെ, സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുക. ക്യാരി ഔട്ട് അതർ പ്രൊസീജിയർ പ്രിസ്ക്രൈബ്ഡ് ബൈ ദി ഡോക്ടർ ഇഫ് എനി. അതായത് ഡോക്ടർ ആ പേഷ്യൻസിന് അതർ പ്രൊസീജിയർ വേറെ എന്തെങ്കിലും പ്രൊസീജിയർ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊക്കെ ചെയ്യാൻ വേണ്ട സൗകര്യം നമ്മുടെ നേഴ്സ് ചെയ്തു കൊടുക്കണം അല്ലെ. ഇപ്പൊ ചിലപ്പോ എന്താണ് ആ ഒരു പേഷ്യന്റിന് എന്താണ് ആൻജിയോഗ്രാം പോലെയുള്ള പ്രൊസീജിയർ പറയാ അല്ലെ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഹാർട്ട് റിലേറ്റഡ് എന്തെങ്കിലും പ്രോബ്ലംസ് ആണെങ്കിൽ ആൻജിയോഗ്രാം പറയാ അല്ലെ, അല്ലെങ്കിൽ എക്കോ ടെസ്റ്റുകൾ പറയാ അല്ലെ. ആണോ? അല്ലെങ്കിൽ എന്താണ് കൊളോണോസ്കോപ്പി, ബ്രോങ്കോസ്കോപ്പി അല്ലെ.
എൻഡോസ്കോപ്പി പോലെയുള്ള പ്രൊസീജിയർ പറയാം അല്ലെ. അപ്പൊ അങ്ങനെ വേറെ എന്തെങ്കിലും പ്രൊസീജിയർ ആണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ അത് ചെയ്യാൻ വേണ്ട സൗകര്യങ്ങള് ഈ രോഗിക്ക് ചെയ്തു കൊടുക്കുക അല്ലെ. ചിലപ്പോ നമ്മ എന്താണ് രോഗിക്ക് അതുമായി ബന്ധപ്പെട്ട് ആ ഒരു പ്രൊസീജിയർ നടത്തുന്ന റൂമിലേക്ക് നമുക്ക് കൊണ്ടുപോകേണ്ടി വരുമല്ലോ. വരോ? അപ്പൊ അതിന് വീൽ ചെയേഴ്സ് അല്ലെ. എന്താണ് നടന്നു പോകാൻ പറ്റാത്ത പേഷ്യൻസ് ആണെങ്കിൽ അതിന് വീൽ ചെയേഴ്സ് വേണം. പല കാര്യങ്ങളും ചെയ്തു കൊടുക്കണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. നെക്സ്റ്റ് പറയുന്നത് ഓക്കെ അല്ലേ അത്. പിന്നെ അവർക്ക് എന്താണ് ഇപ്പൊ എൻഡോസ്കോപ്പി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ ഫുഡിന്റെ കുറച്ച് ഫുഡ് ശ്രദ്ധിക്കേണ്ടതൊക്കെ ആയിട്ട് വരും അല്ലെ. ഇനി ഇത്ര സമയം വരും, ഇത്ര മണിക്കൂർ ഭക്ഷണം കഴിക്കാൻ പാടില്ല അല്ലെ. വയറിലൊക്കെ ചെല്ലുമ്പോൾ ഇത്ര കുപ്പി വെള്ളം കുടിച്ചിട്ടുണ്ടാവണം അല്ലേ. അപ്പൊ അതൊക്കെ എന്താണ് നമ്മുടെ പേഷ്യന്റിന് ആദ്യം തന്നെ അതിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് കൊടുക്കണ്ടേ, അഡ്വൈസ് കൊടുക്കണ്ടേ, നിർദ്ദേശങ്ങൾ കൊടുക്കണം അല്ലെ. അപ്പൊ അതൊക്കെ ആരാ ചെയ്തു കൊടുക്കുന്നത്? നഴ്സല്ലേ ചെയ്തു കൊടുക്കുന്നത്. അവരെ വന്ന് ഇടയ്ക്കിടയ്ക്ക് ഒബ്സർവ് ചെയ്യുന്നതും അല്ലെ, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതും അല്ലെ. അപ്പൊ അതിന് വേണ്ട സൗകര്യങ്ങള് നമ്മുടെ പേഷ്യന്റിന് റെഡിയാക്കി കൊടുക്കുക. ക്ലിയർ ആണോ? നെക്സ്റ്റ് കെയർ ഓഫ് വാല്യുബിൾസ് ആൻഡ് ക്ലോത്തിങ്. എന്താണ് നമ്മുടെ വാല്യുബിൾ ആയിട്ടുള്ള ഐറ്റംസ് അല്ലെങ്കിൽ നമ്മുടെ ക്ലോത്തിങ് നമ്മുടെ ഡ്രസ്സുകള് എന്ത് ചെയ്യുക, സൂക്ഷിക്കുക അല്ലെ, കെയർ ചെയ്യുക, സംരക്ഷിക്കുക. അപ്പൊ നോക്കിയേ, ഇഫ് എ പേഷ്യന്റ് ഈസ് വിയറിംഗ് ഹോസ്പിറ്റൽ ഡ്രസ്, the patient clothes should be handed over the relatives. ആ ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിലെ ഡ്രസ് ആണ് ധരിക്കുന്നതെങ്കിൽ ഈ പേഷ്യന്റിന്റെ ക്ലോത്ത്സ് എന്ത് ചെയ്യണം, അവരുടെ റിലേറ്റീവ്സിന് ഹാൻഡ് ഓവർ ചെയ്യണം അല്ലെ, കൈമാറണ്ടേ. ഇപ്പൊ ചില ഹോസ്പിറ്റൽ, മിക്ക ഹോസ്പിറ്റൽ എന്താണ് നമുക്കിപ്പോ ഒരു ഓപ്പറേഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ അവരെന്ത് ചെയ്യും, ആ ഒരു ഹോസ്പിറ്റൽ ഡ്രസ് ആയിരിക്കും അല്ലെ നമ്മളെ ധരിപ്പിക്കുന്നത്. ആണോ? അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊസീജിയർ ചെയ്യാൻ നേരത്ത് അല്ലെ, എന്തെങ്കിലും പ്രൊസീജിയർ ചെയ്യണം അല്ലെ. അപ്പൊ എന്താ ആ ഒരു സമയത്ത് അവർക്ക് ഹോസ്പിറ്റലിന്റെ ഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്തേക്ക് അവരുടെ ഡ്രസ്സ് ക്ലോത്ത്സ് എന്ത് ചെയ്യുക, അവരുടെ റിലേറ്റീവ്സിന് കൈമാറുക. ഇൻ കേസ് ഓഫ് ആബ്സെൻസ് ഓഫ് റിലേറ്റീവ്സ്, clothing is numbered, labeled and kept in store until such time it is handed over to റിലേറ്റീവ്സ്. ചില സമയത്ത് ഇപ്പൊ ആക്സിഡന്റ് ഒക്കെ പറ്റിക്കൊണ്ടുവരുമ്പോൾ ആ ഒരു കറക്റ്റ് സമയത്ത് അവരുടെ റിലേറ്റീവ്സ് ഉണ്ടാവോ? ഇല്ല അല്ലെ. ആ ഒരു ആക്സിഡന്റ് പറ്റിയ സ്ഥലത്ത് ഓടിക്കൂടുന്നവരായിരിക്കും അല്ലെ, ആ ഒരു ആക്സിഡന്റ് പറ്റിയ സ്ഥലത്തുള്ളവരെ ഇവർ കൊണ്ട് ചെല്ലുന്നത്. അപ്പൊ അങ്ങനെ റിലേറ്റീവ്സ് ഏതെങ്കിലും ഒരു കേസിൽ ആബ്സെൻസ് ആണെങ്കിൽ, ഇല്ലാത്ത സാഹചര്യമാണെങ്കിൽ അവരുടെ അഡ്രസ്സുകളും അവരുടെ സാധനങ്ങളും എന്ത് ചെയ്യുക, നമ്പർ ചെയ്ത് അല്ലെ, നമ്പർ ചെയ്ത് ലേബൽ ചെയ്ത് അവരുടെ പേരോ എന്തെങ്കിലും ഐഡന്റിഫിക്കേഷൻ മാർക്കുകൾ അല്ലെ, അവരെ ആ ഒരു പേഷ്യന്റിനെ തിരിച്ചറിയുന്നതിനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ലേബൽ ചെയ്തതിനു ശേഷം അവരവിടെ സൂക്ഷിക്കുകയും അവരുടെ റിലേറ്റീവ്സ് വരുമ്പോൾ അത് കൈമാറുകയും ചെയ്യുക. ഓക്കെ അല്ലേ? എനിക്കറിയാവുന്ന കാര്യമല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. ഇനി ഇതിൽ കൂടുതൽ പറയണോ? എക്സ്പ്ലനേഷൻ വേണ്ടല്ലോ. ക്ലിയർ അല്ലേ? encourage the client to send jewelry, money and other valuables such as watches to home with the relatives അല്ലെ. ഇപ്പൊ നമ്മളെടുത്ത് ഹോസ്പിറ്റലിൽ പറയാറില്ലേ, ചിലയിടത്ത് ഹോസ്പിറ്റലിൽ പറയില്ലേ നമ്മുടെ ജ്വല്ലറി ഐറ്റംസ്, അല്ലെങ്കിൽ നമുക്ക് എന്താ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട്, അതെങ്കിലെങ്കിൽ വിലപിടിപ്പുള്ള മൊബൈലോ വാച്ചസോ അങ്ങനെയുള്ള സാധനം ഉണ്ടെങ്കിൽ പറയില്ലേ, വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിക്കാൻ പറയോ? പറയില്ലേ? എന്തുകൊണ്ടാണ്? ഹോസ്പിറ്റലില് പലതരത്തിലുള്ള ആളുകൾ വരുന്നതാണ് അല്ലെ, പല സ്ഥലത്തു നിന്നും പല തരത്തിലുള്ള ആളുകൾ വരുന്നതാണ് അല്ലെ. അപ്പൊ അവിടുന്ന് മോഷണം പോവാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെ, കളവുകൾ നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, അവര് എൻകറേജ് ദ client to send jewelry, money and other valuable
such as watches to home with the relatives. എന്താണ് അവരുടെ റിലേറ്റീവ്സിനോട് പറഞ്ഞു കണ്ടിട്ട് ജ്വല്ലറി, മണി അല്ലെങ്കിൽ മറ്റു വിലപിടിപ്പുള്ള സാധനം, വാച്ച്, മൊബൈൽ അതേപോലുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക, എൻകറേജ് ചെയ്യുക. മിസ്സിനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. സിമ്പിൾ ആണ്, നല്ല മിസ് ഇതിൽ പറഞ്ഞപ്പോ പറയുന്നതാണ്. മിസ്സിന്റെ ഡെലിവറി റൂമിൽ കയറ്റുന്ന സമയത്ത് അപ്പൊ മിസ് എന്താ ഡോക്ടറുടെ ചെക്കപ്പിന് പോയതാണ് കേട്ടോ. അപ്പൊ ആ സമയത്ത് മിസ് ഒരു പുതിയ ചെരുപ്പ് വാങ്ങി ഇട്ടിട്ടാണ് പോയത്. അപ്പൊ ഡെലിവറി റൂമിലേക്കാണ് മിസ്സിനെ ചെക്കപ്പ് ചെയ്തിട്ട് കൊണ്ടുപോയത്. അപ്പൊ മിസ് ആ ഡെലിവറി റൂമിന്റെ ഫ്രണ്ടിൽ ആ ചെരുപ്പ് ഊരിയിട്ടു. എന്നിട്ട് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് അതിന്റെ ഉള്ളിൽ ലേബർ റൂമിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വന്നപ്പോ ആ ചെരുപ്പില്ല, അത് ആരോ കട്ടുപോയി. സാര കാര്യമാണത്. അപ്പൊ നോക്കിയേ, അപ്പൊ ഈ പൈസ അതല്ലെങ്കിൽ ജ്വല്ലറി ഐറ്റംസ് ഒക്കെ ചില മിക്കവാറും മോഷണം പോവാം അല്ലെ, ഹോസ്പിറ്റലിൽ നിന്ന് ശ്രദ്ധിച്ചില്ലെങ്കില് അല്ലേ, ആണോ? അപ്പൊ എന്ത് ചെയ്യാ, അവരോട് പറഞ്ഞങ്ങാണ്ട് ആ ഒരു മിസ് ചെറിയൊരു ഇതാണ് പറഞ്ഞത്, ചെരുപ്പ് എത്ര ഇതുണ്ടാവും. അപ്പൊ അതിലും വിലപിടിപ്പാണ് അല്ലേ. ഇന്ന് ജ്വല്ലറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാലേ പറയണ്ടല്ലേ, ഒരു ഗ്രാമിന് തന്നെ എന്ത് വിലയാ. അപ്പൊ എന്താണ്, അതുപോലുള്ള ഐറ്റംസ് ഒക്കെ നമ്മളോട് ഹോസ്പിറ്റലിൽ സൂക്ഷിക്കാതെ വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിക്കാൻ അവരെ എൻകറേജ് ചെയ്യുക. നെക്സ്റ്റ്, മേക്ക് ഹിം അണ്ടർസ്റ്റാൻഡ് ഇഫ് ഹി കീപ്സ് സംതിങ് വിത്ത് ഹിംസെൽഫ് ഇറ്റ് ഈസ് അറ്റ് ഹിസ് ഓൺ റിസ്ക് അല്ലെ. ചിലരെന്താണ് അവരുടെ റിസ്കിൽ അവിടെ തന്നെ സൂക്ഷിക്കുകയാണ് എന്ന് പറയുകയാണെങ്കിൽ എന്ന് പറയാ, സൂക്ഷിക്കുകയാണെങ്കിൽ അത് സ്വന്തം റിസ്കിൽ അല്ലെ, സ്വന്തം ഉത്തരവാദിത്തത്തിലായിരിക്കണം സൂക്ഷിക്കേണ്ടത്. ഇത് കാണാണ്ടായത് എന്താണ് ഹോസ്പിറ്റലുകാരോ അതല്ലെങ്കിൽ ഡോക്ടേഴ്സോ നഴ്സുമാരോ ഉത്തരവാദികളല്ല എന്ന് അവർ പറയില്ലേ. അവരുടെ കൈവശമാണ് അത് സൂക്ഷിക്കുന്നതെങ്കിൽ സ്വന്തം ഉത്തരവാദിത്തത്തിൽ തന്നെയാണെന്ന് അവര് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് എടുക്കാലോ. നെക്സ്റ്റ് ഇപ്പൊ നമ്മ പറഞ്ഞത് എന്താ, അഡ്മിഷൻ പ്രൊസീജിയർ ടു OPD ടു IPD അല്ലേ നമ്മ പറഞ്ഞത്. അഡ്മിഷൻ പ്രൊസീജിയർ ത്രൂ OPD അല്ലെ, OPD-ന്ന് IPD-യിലേക്കുള്ള അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് അല്ലെ. നെക്സ്റ്റ് പറയുന്നത് എന്താന്ന് നോക്കിയേ, അതാണ് ഇത്രയും പറഞ്ഞത് കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് അഡ്മിഷൻ ഫ്രം എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള അഡ്മിഷൻ എങ്ങനെയാണ്. ഫസ്റ്റ് പറയുന്നത് when they get confirmation that a patient has arrived with an emergency to the hospital campus, the first thing they do is give a call to ward boys and patient attendants to shift the patient from ambulance to structure. എന്ത് ചെയ്യുക, ഒരു പേഷ്യന്റിനെ എന്താണ് എമർജൻസി സിറ്റുവേഷൻ അല്ലെ, അടിയന്തര സിറ്റുവേഷനില് അവസ്ഥയിൽ എന്താണ് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, എമർജൻസി ക്യാമ്പസിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് വിവരം കിട്ടിയാൽ ആദ്യം തന്നെ ആരെയാണ് വിവരം അറിയിക്കേണ്ടത്? ഗിവ് എ കോൾ ടു വാർഡ് ബോയ്സ് ആൻഡ് പേഷ്യന്റ് അറ്റൻഡൻസ് അല്ലെ. ഒരു വാർഡ് ബോയ്സിനെയോ അല്ലെങ്കിൽ പേഷ്യന്റ് അറ്റൻഡേഴ്സിനെയോ വിവരം അറിയിച്ചിട്ട് അവരെന്ത് ചെയ്യുക, ആംബുലൻസിൽ നിന്ന് സ്ട്രക്ചറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ഇപ്പൊ നമുക്കറിയാം ക്രിട്ടിക്കലുള്ള പേഷ്യൻസ് അതല്ലെങ്കിൽ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറീസ് ഒക്കെ പറ്റിക്കൊണ്ടുവരുന്ന പേഷ്യൻസിനാണെങ്കിൽ എല്ലാവരും കൂടി പിടിച്ചവരെ മാറ്റാൻ പറ്റോ? അവർക്ക് വേദനയൊക്കെ എടുക്കല്ലേ, അവരാ ഒരു പർട്ടിക്കുലർ പൊസിഷനിലൊക്കെ ആയിരിക്കണം അവരെ മാറ്റേണ്ടത് അല്ലെ. അവരാ ഒരു പർട്ടിക്കുലർ പൊസിഷനിലൊക്കെ ആയിരിക്കും മാറ്റേണ്ടത്. അപ്പൊ ഈ വാർഡ് ബോയ്സിനും പേഷ്യന്റ് അറ്റൻഡൻസിനൊക്കെ എന്താണ് അതിനുവേണ്ട ട്രെയിനിങ്ങുകളൊക്കെ ലഭിച്ചിട്ടുണ്ടായിരിക്കും. ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള പേഷ്യന്റിനെ എങ്ങനെയാണ് സ്ട്രക്ചറിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് അവരെന്താണ് വാർഡ് ബോയ്സിനെയോ അല്ലെങ്കിൽ പേഷ്യന്റ് അറ്റൻഡൻസിനെയോ വിവരം അറിയിക്കുക. ക്ലിയർ ആയോ? നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഗിവ് എ കോൾ ടു എ മെഡിക്കൽ ഓഫീസർ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, അവർക്ക് ട്രീറ്റ്മെന്റ് എടുക്കണം അല്ലെ. ഇപ്പൊ അവരെന്താണ് ആംബുലൻസിൽ നിന്ന് സ്ട്രക്ചറിലേക്ക് മാറ്റി. ഈ സ്ട്രക്ചറിൽ എങ്ങോട്ടായിരിക്കും കൊണ്ടുപോകുന്നത്? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്കായിരിക്കും അല്ലെ നെക്സ്റ്റ് കൊണ്ടുപോകുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, അവിടെ ഡോക്ടറിന്റെ സേവനം വേണ്ടേ, ഡോക്ടറുടെ സർവീസ് വേണ്ടേ?
അപ്പൊ അതിനു വേണ്ടി എന്ത് ചെയ്യാം, ഗിവ് എ കോൾ ടു എ മെഡിക്കൽ ഓഫീസർ. പെട്ടെന്ന് തന്നെ മെഡിക്കൽ ഓഫീസറെ വിവരം അറിയിക്കുക, കോൾ ചെയ്യുക. ആഫ്റ്റർ ദ മെഡിക്കൽ ഓഫീസർ എക്സാമിൻസ് ദ പേഷ്യൻസ് ദേ ആസ്ക് ഹിം ആസ് ടു വെയർ ദേ ഹാവ് ടു ഷിഫ്റ്റ് എ പേഷ്യന്റ് അല്ലെ. ആ ഒരു മെഡിക്കൽ ഓഫീസർ വന്ന് അവരെ എക്സാമിൻ ചെയ്തതിന് ശേഷം അല്ലെ, അവരെ വിലയിരുത്തിയതിനു ശേഷം ആ പേഷ്യന്റിനെ ഇങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരുന്നു. അപ്പൊ ആ പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ച് ചിലപ്പോ ICU-യിലേക്കായിരിക്കും അല്ലെ ഷിഫ്റ്റ് ചെയ്യേണ്ടത്, അതല്ലെങ്കിൽ ഓപ്പറേഷൻ എന്തെങ്കിലും ഓപ്പറേഷൻസ് ഉണ്ടെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്കായിരിക്കും അല്ലെ ഷിഫ്റ്റ് ചെയ്യുന്നത് അല്ലേ, ആണോ? ആണല്ലേ. അപ്പൊ എന്ത് ചെയ്യണം, ആ ഒരു പേഷ്യന്റിന് അസസ്മെന്റ് അല്ലെങ്കിൽ എക്സാമിൻ ചെയ്തതിന് ശേഷം ഡോക്ടർ എന്ത് പറയുന്നു, പേഷ്യന്റിനെ എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത് അല്ലെ, മാറ്റേണ്ടതെന്ന് ഡോക്ടർ മെഡിക്കൽ ഓഫീസർ പറയുന്നു. നെക്സ്റ്റ്, generally they shift the patient to the ICU and after the patient becomes stable only then shift the patient to the concerned ward അല്ലെ. ജനറലി പൊതുവായി എന്താണ്, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആ പേഷ്യന്റിനെ മാറ്റുന്നത് ICU-യിലേക്കായിരിക്കും അല്ലെ, ഇന്റൻസീവ് കെയർ യൂണിറ്റിലേക്കായിരിക്കും. അവിടെ നിന്ന് അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്ത് അവർ സ്റ്റേബിൾ ആയതിനു ശേഷം, അവരുടെ ഹെൽത്ത് കണ്ടീഷൻ ഓക്കെ ആയതിനു ശേഷം അവരുമായി ബന്ധപ്പെട്ട വാർഡുകളിലേക്ക് അവരെ മാറ്റുന്നു അല്ലെ. ഇപ്പൊ എന്താണ്, ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലം ആണെങ്കിൽ അവരെ ഏത് വാർഡിലേക്കായിരിക്കും മാറ്റുന്നത്, കാർഡിയോളജി വാർഡിലേക്കായിരിക്കും അല്ലെ. അല്ലെങ്കിൽ എന്താണ്, ഓർത്തോവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രോബ്ലംസ് അല്ലെ, അവരെന്ത് ചെയ്യും, ഓർത്തോ വാർഡിലേക്കായിരിക്കും അല്ലെ. അല്ലെങ്കിൽ എന്താണ്, തലയുമായി ഹെഡുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആണെങ്കിൽ അവരെ ന്യൂറോ വാർഡിലേക്കായിരിക്കും അല്ലെ മാറ്റുന്നത്. അപ്പൊ എന്ത് ചെയ്യാം, അവര് സ്റ്റേബിൾ ആയതിനു ശേഷം അവരുമായി ബന്ധപ്പെട്ട അല്ലെ കൺസേൺഡ് വാർഡിലേക്ക് അവരെ ഷിഫ്റ്റ് ചെയ്യുന്നു. ഓക്കെ ആണോ? അത്രയൊക്കെ അല്ലേ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. ഓക്കെ. Next, after counseling with the consultant and permission of the CMD register patients in the IPD register and in their software too. എന്നിട്ട് അത് പറയുന്നത് ആഫ്റ്റർ കൗൺസിലിംഗ് വിത്ത് ദ കൺസൾട്ടന്റ് എന്ത് ചെയ്യണം, അവരെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവന്നിട്ട് ആ ഒരു ഡോക്ടർ അവരെ കൺസൾട്ട് ചെയ്തതിനു ശേഷം അവരെന്ത് ചെയ്യും, അവരെ അഡ്മിറ്റ് ആക്കാൻ പറയില്ലേ. അവർക്ക് ഫർദർ എന്തെങ്കിലും ട്രീറ്റ്മെന്റുകളോ പ്രൊസീജിയേഴ്സോ അല്ലെ ടെസ്റ്റുകളൊക്കെ വേണമെങ്കിൽ എന്താണ്, അവരെ അഡ്മിറ്റ് ആക്കാൻ പറയുമല്ലോ. പറയോ? പറയും. അപ്പൊ അവരെ ഏതിലേക്കാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, CMD പേഷ്യൻസ് രജിസ്റ്റർ പേഷ്യന്റ് ഇൻ ദി IPD രജിസ്റ്റർ. ഇവരെ നമ്മുടെ IPD ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലെ രജിസ്റ്ററിലേക്ക് ആ ഒരു പേഷ്യന്റിന്റെ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യുക. ആൻഡ് സോഫ്റ്റ്വെയർ ടു, നമ്മുടെ രജിസ്റ്ററിലേക്ക് മാത്രമല്ല IPD-യിലെ സോഫ്റ്റ്വെയർസിലേക്കും ഇവരെ വിവരങ്ങൾ രേഖപ്പെടുത്തുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് fill the patient's concerned form and after telling them. മനസ്സിലായില്ലേ ബാക്കി എല്ലാവർക്കും? ഇപ്പൊ നമ്മൾ OPD-യിൽ ജസ്റ്റ് ഡോക്ടർ കൺസൾട്ട് ചെയ്ത് ട്രീറ്റ്മെന്റുകൾ സ്റ്റാർട്ട് ചെയ്ത് പോരുകയാണെങ്കിൽ നമ്മുടെ വിവരങ്ങൾ OPD രജിസ്റ്ററിൽ മാത്രമായിരിക്കും, ഔട്ട് പേഷ്യന്റ് രജിസ്റ്ററിൽ മാത്രമായിരിക്കും നമ്മുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുക. പക്ഷെ നമ്മൾ അഡ്മിറ്റ് ആക്കുകയാണെങ്കിൽ ആ ഒരു വിവരങ്ങൾ എന്തിലും രേഖപ്പെടുത്തണം, IPD രജിസ്റ്ററിലേക്കും അതിലെ സോഫ്റ്റ്വെയർസിലും ആഡ് ചെയ്യണം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് fill the patient consent form and after telling them purpose and meaning of the form that it is signed by the patient relatives. ഇപ്പൊ അവരെ കൊണ്ട് എന്തെങ്കിലും കൺസേൺ ഫോം സർജറി ചെയ്യണം അല്ലെങ്കിൽ അവരെ അഡ്മിറ്റ് ആക്കുന്ന സമയത്ത് മിസ് പറഞ്ഞല്ലേ സമ്മതപത്രം സൈൻ ചെയ്ത് വാങ്ങാറുണ്ടെന്ന് അഡ്മിഷൻ പ്രൊസീജിയറിന്റെ സമയത്ത്. അപ്പൊ ആ ഒരു സമയത്ത് അവരെ കൊണ്ട് സമ്മതപത്രം
ഫില്ല് ചെയ്ത് അല്ലെ പൂരിപ്പിച്ച് സമ്മതം മേടിച്ചതിന് ശേഷം അത് എന്തിനു വേണ്ടി, എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് അല്ലെ, എന്ത് ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് അത് പൂരിപ്പിച്ചതെന്നും എന്തിനു വേണ്ടിയിട്ടാണ് അവരെ കൊണ്ട് ഒപ്പിടിച്ചത് എന്നുള്ള കാര്യങ്ങൾ അവരുടെ റിലേറ്റീവ്സിന് പറഞ്ഞു കൊടുക്കുക. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഇപ്പൊ നമ്മളെ കൊണ്ട് നമുക്ക് ഈ സർജറി ചെയ്യുന്ന സമയത്ത് അതല്ലെങ്കിൽ അഡ്മിഷന്റെ സമയത്തൊക്കെ നമ്മളെ കൊണ്ട് ഫോം സൈൻ ചെയ്ത് വാങ്ങാറില്ലേ, സമ്മതപത്രങ്ങള് വാങ്ങാറുണ്ടോ? വേണ്ടേ? അത് കഴിഞ്ഞിട്ട് നമ്മളെ കൊണ്ട് വാങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ ഒരു വാങ്ങുന്നതിന് മുമ്പ് തന്നെ അവർ അതിന് എന്തിനു വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞു തരാറില്ലേ? ഈ ഫോം എന്തിനു വേണ്ടിയാണ് സൈൻ ചെയ്ത് വാങ്ങുന്നത് അല്ലെ, പറഞ്ഞു തരാറില്ലേ അഡ്മിഷൻ ഡെസ്കിന്ന്? അപ്പൊ അതാ പറഞ്ഞിരിക്കുന്നത് അല്ലെ, അതാ പറഞ്ഞിരിക്കുന്നത് എന്താണ്, പേഷ്യൻസിനെ കൊണ്ട് അവരുടെ കൺസേൺ ഫോമിൽ പൂരിപ്പിക്കുകയും വേണം അല്ലെ, നമ്മുടെ വിവരങ്ങൾ അതിൽ നമ്മൾ പൂരിപ്പിക്കുകയും വേണം, അത് സൈൻ ചെയ്ത് കൊടുക്കുകയും വേണം അല്ലെ. അതിനുശേഷം അല്ലെങ്കിൽ അത് മുമ്പ് എന്താണ്, അത് എന്തിനു വേണ്ടിയാണ്, എന്ത് പർപ്പസിന്, എന്ത് ഉദ്ദേശത്തിന് വേണ്ടിയാണ് അത് ചെയ്തതെന്ന് അവരുടെ റിലേറ്റീവ്സിന് പറഞ്ഞു കൊടുക്കുക. നെക്സ്റ്റ് പറയുന്നത് സെൻഡ് ദ ഫയൽ of patient to the corresponding ward where the medical officer has asked the patient to be shifted. ആ ഒരു പേഷ്യന്റിനെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു പേഷ്യന്റിന്റെ ഫയല് അവരുമായി ബന്ധപ്പെട്ട കൺസേൺ വാർഡിലേക്ക് സെൻഡ് ചെയ്യാനായി അയച്ചു കൊടുക്കാനായി പറയുക അല്ലെ. ആ ഒരു രോഗി ഇങ്ങനെ മാറ്റുമ്പോൾ അവരുടെ മെഡിക്കൽ റെക്കോർഡും ആ ഒരു വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യണ്ടേ. പിന്നെ ഈ പേഷ്യന്റിന്റെ കാര്യങ്ങൾ എവിടെയാണ് നോക്കുന്നത്, മോണിറ്റർ ചെയ്യുന്നത് വാർഡിലായിരിക്കും അല്ലെ, അവർ അഡ്മിറ്റ് ആക്കുന്ന വാർഡിലല്ലേ ആണോ? ആണല്ലേ. അപ്പൊ എന്ത് ചെയ്യണം, ഈ ഒരു പേഷ്യന്റിനെ മാറ്റുന്ന സമയത്ത് ആ ഒരു പേഷ്യന്റിനോടൊപ്പം അവര് മെഡിക്കൽ ഹിസ്റ്ററി, മെഡിക്കൽ ഡീറ്റെയിൽസും കൊടുക്കണ്ടേ, സെൻഡ് ചെയ്യണ്ടേ? അപ്പൊ എന്താ, ഡോക്ടർ മെഡിക്കൽ പേഷ്യന്റിനെ നോക്കുന്ന മെഡിക്കൽ ഓഫീസർ എന്താണ് എന്താണ് ആ പേഷ്യന്റിനെ കറസ്പോണ്ടിങ് വാർഡിലേക്ക് മാറ്റുന്നതോടൊപ്പം അവര് ഫയലും അയച്ചു കൊടുക്കാനായിട്ട് പറയുക. കൺഫേമിംഗ് ദാറ്റ് ദ ഫയൽ ഓഫ് ദി പേഷ്യന്റ് ഈസ് റിസീവ്ഡ് ബൈ ദി MO. MO എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഓഫീസർ കേട്ടോ, ക്വസ്റ്റ്യൻ വരുന്നതാണ്. MO ഓഫ് ദി കറസ്പോണ്ടിങ് വാർഡ് അല്ലെ, അവിടുത്തെ ആ ഒരു വാർഡിലെ മെഡിക്കൽ ഓഫീസർ ഈ പേഷ്യന്റിന്റെ ഫയല് സ്വീകരിച്ചോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഈ ചാപ്റ്റർ ഓക്കെ ആണോ? ഒന്ന് വായിച്ചു നോക്കിയേ, ഏതെങ്കിലും ഒരു ഭാഗം നീളം ഇനി ഡൗട്ട്സ് വല്ലതുണ്ടോ നോക്കിയേ. ഇനി നെക്സ്റ്റ് മിസ് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. മിസ് എടുത്തത് ഇൻ പേഷ്യന്റ് ആണ്, നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. വായിച്ചു നോക്കിയൊന്ന്. നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഫസ്റ്റ് മൊഡ്യൂളിലെ ചാപ്റ്റർ ആണിത്. അപ്പൊ മിസ്സുമാര് 3 പേരും കൂടി ഡിവൈഡ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കുന്നത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ക്ലാസ് ഇംഗ്ലീഷിന് വേറൊരു ടീച്ചറായിട്ട്. അപ്പൊ ഇത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ സബ്ജക്റ്റ് ആണ് കേട്ടോ.
ഇപ്പൊ ഫസ്റ്റ് മൊഡ്യൂളിലെ ഒരു ചാപ്റ്റർ ആണ് ഇഫിഷ്യന്റ്. ഇത് മൊഡ്യൂൾ വൈസ് കിട്ടിയോ? ഓരോ മൊഡ്യൂളിലും ഏതൊക്കെ ചാപ്റ്റർ ആണെന്നുള്ളത് കിട്ടിയില്ലേ? ഓരോ ചാപ്റ്റർ എടുത്ത് കഴിയുമ്പോൾ നിങ്ങളുടെ അടുത്ത് പ്രിന്റ് വല്ലതും എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ടിക്ക് ചെയ്ത് പോവാട്ടോ. കിട്ടിയില്ല? ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പൊ നിങ്ങൾ ഓരോ ചാപ്റ്റർ എടുക്കുന്നതോടൊപ്പം തന്നെ അതിങ്ങനെ നോട്ട് ചെയ്ത് പോവാട്ടോ. ഗൂഗിൾ ക്ലാസ് റൂമിലുണ്ട് അല്ലേ? ഓക്കെ. ഗൂഗിൾ ക്ലാസ് റൂമിലുണ്ട് ഇസ്ലാം. കിട്ടാത്തവര് ഗൂഗിൾ ക്ലാസ് റൂമിൽ പോയി ആ ഒരു ഇത് എടുക്കാം കേട്ടോ. ഫസ്റ്റ് മൊഡ്യൂളിൽ ഏതൊക്കെ ചാപ്റ്റർ ആണ്, സെക്കൻഡ് മൊഡ്യൂളിൽ ഏതൊക്കെ ചാപ്റ്റർ ആണ് എന്നുള്ളത് അതിലുണ്ട് കേട്ടോ. ഓക്കെ, മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ബാക്കി പുതിയ ചാപ്റ്റർ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.